അമ്മു അമ്മു സമയം എത്രയായിരുന്ന വല്ല വിചാരം ഉണ്ടോ നിനക്ക്? ഇന്ന് കോളേജിലൊന്നും പോവണ്ടേ? ദേ ഞാൻ അങ്ങോട്ടേക്ക് വന്ന വെള്ളം കോരി ഒഴിക്കുവേ. ഈശ്വര, രാവിലെ തന്നെ മാതാശ്രീ കളിപ്പ് മൂടിലാണല്ലോ. അല്ല, ഞാൻ ആരാണെന്ന് പറഞ്ഞില്ലല്ലോ. ഞാനാണ് അമ്മു. അമ്മു എന്ന പൂജ. മഹീന്ദ്രമംഗലത്ത് വീട്ടിൽ ഹരീന്ദ്രൻ്റെയും ഗീതാഞ്ജലിയുടെയും മൂത്ത പുത്രി. ഇനി ഒരാൾ കൂടെ ഉണ്ട്, എൻ്റെ പുന്നാര അനിയൻ അഭി എന്ന അഭിമന്യു. ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ സ്റ്റുഡൻ്റാണ്. അമ്മു ദാ വരുന്നമ്മേ. അതെ, നമുക്ക് കൂടുതൽ വിശദമായി പതിയെ പരിചയപ്പെടാം. സമയം ഇനിയും വീണ്ടും നിവർന്നു കിടക്കുവല്ലേ. വേഗം റെഡിയായി താഴെ ചെന്നില്ലേ എൻ്റെ മാതാശ്രീ കലിപ്പ് മൂടിലാവും. ഞാൻ വേഗം കുളിച്ച് റെഡിയായി താഴെ ചെന്നപ്പോൾ ഹാളിൽ എൻ്റെ പിതാശ്രീ രാവിലെ തന്നെ പത്രം അരച്ച് കലക്കി കുടിക്കുന്ന തിരക്കിലാണ്. അല്ല, ബാങ്ക് മാനേജർ ഇന്ന് ബാങ്കിലൊന്നും പോകുന്നില്ലേ? ഹാ, വന്നോ കാന്താരി? യെസ് മൈ ഡാഡി കൂൾ. ഞാൻ റെഡി. ഗീതാമ്മ കലിപ്പ് മൂടാണോ? ആ, അങ്ങോട്ടേക്ക് ചെല്ല്, അപ്പോൾ അറിയാം. റിസ്ക് ആണ്, എന്നാലും ചെല്ലട്ടെ. നേരെ അടുക്കളയിലോട്ട് ചെന്നപ്പോൾ എൻ്റെ പുന്നാരനിയൻ നല്ല പോളിംഗ് ആണ്. എന്ത് ചെയ്യാൻ? ആഹാ ഗീതാമേ, നല്ല ചൂട് ദോശയും സാമ്പാറും പോരട്ടെ. എളുപ്പം വന്നേ. എടുത്ത് കഴിക്കു പെണ്ണെ. ഇത്രയും പ്രായമായി, എന്നാൽ ഇപ്പോഴും കുട്ടിക്കളി മാറിയിട്ടില്ല. മതി മതി, അടുത്ത ഡയലോഗ് ഞാൻ പറയാം. വേറൊരു വീട്ടിലോട്ട് ചെന്ന് കയറേണ്ട പെണ്ണാണ് എന്നൊക്കെയല്ലേ എല്ലാ അമ്മമാരുടെയും സ്ഥിരം ഡയലോഗ്. ഇതൊന്ന് മാറ്റിപ്പിടി ഗീതാമേ. ഇപ്പം എനിക്ക് ദോഷത്താ, പോവാൻ ടൈമായി. ഓ ഈ പെണ്ണ്, നിന്നെക്കൊണ്ട് ഞാൻ തോറ്റു. ദാ പോയിരുന്നു കഴിക്ക്. അമ്മേ ഞാൻ ഇറങ്ങുവാ. അച്ഛേ ബായ്. സൂക്ഷിച്ചു പോണേ അമ്മു. ഓക്കെ അമ്മ, ബായ്. വണ്ടി നേരെ എൻ്റെ ചങ്കായ ആൻമരിയ എന്ന അന്നക്കൊച്ചിൻ്റെ വീട്ടിലോട്ട് പറപ്പിച്ചു വിട്ടു. അവളെ പിക്ക് ചെയ്ത് അതുവഴിയാണ് കോളേജിൽ പോകുന്നത്. അവിടെ എത്തിയപ്പോൾ അവളുടെ പപ്പ സിറ്റ് ഔട്ടിൽ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നു. പതിവുള്ള കാഴ്ച തന്നെ. ഗുഡ് മോർണിംഗ് പപ്പ. വെരി ഗുഡ് മോർണിംഗ് അമ്മൂട്ടി. അന്ന, ദേ അമ്മമോള് വന്നു. ആ വന്നല്ലോ അന്നക്കൊച്ച്. ഓക്കെ പപ്പ, ഞങ്ങൾ പോയിട്ട് വരാം. ശരി മക്കളെ. മമ്മി എവിടെയാ പപ്പ? അകത്ത് കിച്ചണിലുണ്ട്, പണിയാ. വാ, വണ്ടി എടുക്കാൻ നോക്ക്. അല്ലെങ്കിൽ ഇന്ന് ലേറ്റാണ്. നിനക്കിത്തിരി നേരത്തെ വന്നൂടെ അമ്മു? എന്നും കരുതും അങ്ങനെയൊക്കെ വിചാരിക്കും, ബട്ട് നടക്കാറില്ല മോളെ അന്നക്കൊച്ചേ. വാ പോകാം. ഞാൻ വണ്ടിയെടുത്ത് ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയാണ് പോയേ. ഒരു വളവ് തിരിഞ്ഞതും അമ്മു എന്ന അന്നക്കൊച്ചിൻ്റെ വിളി മാത്രമേ കേട്ടുള്ളൂ. ഹോ ഭാഗ്യം. ഈശ്വര, പെട്ടു. ഒരാൾ ബൈക്കും കൊണ്ട് താഴെ കിടക്കുന്നു. എൻ്റെ വണ്ടി ചെന്ന് തട്ടിയതാണ്. ഹെൽമെറ്റ് വെച്ചുകൊണ്ട് ആളെ കാണാൻ പറ്റിയില്ല. പുള്ളി പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഹെൽമെറ്റ് ഊരി ഞങ്ങളുടെ നേർക്ക് വന്നു. കുറ്റം പറയരുതല്ലോ, നല്ല ചുള്ളൻ ചെക്കൻ. ഇവിടെ നോക്കിയാടി വണ്ടി ഓടിക്കുന്നേ. രാവിലെ തന്നെ മനുഷ്യനെ കൊല്ലാൻ ഇറങ്ങിയതാണോ? വണ്ടിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങടി. തൻ്റെ മുഖത്തെന്താടോ, കണ്ണില്ലേ? താൻ എവിടെ നോക്കിയാ വന്നേ? തെറ്റി എൻ്റെ ഭാഗത്താണെങ്കിലും സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇതെല്ലാം കണ്ടു പേടിച്ചിരിക്കുക പാവം അന്ന. ഓഹോ, ഇങ്ങോട്ട് വന്ന് കയറിയിട്ട് കുറ്റം എൻ്റെയാണോ? നീ ഇതിന് പരിഹാരം ഉണ്ടാക്കിയിട്ട് പോയാൽ മതി പൊന്നുമോള്. അപ്പോഴേക്കും കുറേ ആളുകൾ ചുറ്റും കൂടി. എന്താ മോളെ പ്രശ്നം? കൂട്ടത്തിലൊരു ചേട്ടൻ ചോദിച്ചു. ഞാൻ ഉടനെ ഒരു പാവം നിഷ്കൂനെ പോലെ മുഖത്തിപ്പോൾ കരയുമെന്ന ഭാവം വരുത്തി എല്ലാവരോടുമായി പറഞ്ഞു. എൻ്റെ പൊന്നു ചേട്ടന്മാരെ, ഞാനും എൻ്റെ കൂട്ടുകാരിയും കൂടെ മര്യാദയ്ക്ക് വണ്ടിയായി വരുമായിരുന്നു. അപ്പോൾ ഈ ചേട്ടൻ വണ്ടിയായി വന്ന് ഇടിച്ച് റോഡിൽ വന്ന് വീണു. ഇപ്പോൾ ഞാനാണെന്ന് പറഞ്ഞിരിക്കുക. ഞങ്ങൾ പെൺകുട്ടിലായതുകൊണ്ടല്ലേ. ഇതൊക്കെ കേട്ട് കിളി പോയി നിന്ന അന്നയ്ക്ക് ഒരു കുത്തുകൊടുത്ത് ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് പറയാൻ കണ്ണുകൊണ്ട് കാണിച്ചു. ഉടനെ അവളും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആവർത്തിച്ചു. അല്ല, ഇവർ കള്ളം പറയുവാ, ഞാനല്ല. ദേ ഇവളാണ് ഇങ്ങോട്ടേക്ക് വന്നേ. അവൻ എന്നെ ദേഷ്യത്തോടെ നോക്കി. ഞാൻ ഉടനെ അവസാന അടവും പുറത്തെടുത്ത്. എന്താണെന്നല്ലേ അസല് കരച്ചിൽ. അതിൽ ആ ചേട്ടന്മാരുടെ ഫ്ലാറ്റ്. അല്ലേലും പെൺപിള്ളേരുടെ ഏറ്റവും വലിയ ആയുധമാണല്ലോ ഈ കരച്ചിൽ. ഞാൻ എന്നെയും കൊണ്ട് തോറ്റു. ഡാ മോനെ, കൂടുതൽ ഷോ കാണിക്കാതെ നിന്റെ വണ്ടി എടുത്ത് വിട്ടോ, അതാ നല്ലത്. അപ്പോഴേക്കും അവൻ്റെ വണ്ടി ഒരാൾ നേരെയാക്കി നിർത്തി. കാര്യമായ കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഇനി പറഞ്ഞിട്ട് കാര്യവുമില്ല എന്നവന് മനസ്സിലായി എന്ന് തോന്നുന്നു. വണ്ടിയെടുത്ത് നിന്നെ പിന്നെ എടുത്തോളാം എന്ന ഭാവത്തിൽ അവൻ വണ്ടിയെടുത്ത് അവിടെ നിന്നും പോയി. എന്നാലും എൻ്റെ അമ്മു, നീ എന്ത് പണിയാ കാണിച്ചത്? അല്ലേ കാണായിരുന്നു, അവൻ നമ്മളെ ശരിയാക്കിയേനെ. ഇതൊക്കെ ഈ അമ്മുവിൻ്റെ ഒരു നമ്പറല്ലേ? എൻ്റെ അന്നമ്മോ. ഞാനും അന്നക്കൊച്ചും കൂടെ കോളേജിലേക്ക് ചെന്നപ്പോൾ തന്നെ കണ്ടു പാർക്കിംഗ് ഏരിയയിൽ ഇരിക്കുന്ന അർജുനെ. അമ്മൂസേ, ഇന്നും ആള് ഹാജരാണല്ലോ. ഇവനെ കൊണ്ട് തോറ്റു. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. വാ നടക്ക്, മൈൻഡ് ചെയ്യണ്ട. അമ്മു ഒന്ന് നിൽക്ക്. അർജുൻ ഞങ്ങളുടെ മുന്നിൽ വന്നോട് ചോദിച്ചു. എന്താ അർജുൻ, എന്താ തനിക്ക് വേണ്ടേ? അത് പറഞ്ഞിട്ട് പെട്ടെന്ന് പോ. എനിക്ക് ക്ലാസ്സിൽ പോണം. ഞാൻ പറഞ്ഞ കാര്യം അമ്മു മറുപടിയൊന്നും പറഞ്ഞില്ല. ആര് പറഞ്ഞു?
അന്ന് ഞാൻ പറഞ്ഞില്ലേ താൻ എൻ്റെ ഫ്രണ്ട് മാത്രമാണ്, ഇതിൽ കൂടുതലൊന്നും ഇല്ല. വാ അന്നെ. ഞാൻ അവളെയും കൂട്ടി ക്ലാസ്സിലോട്ട് നടന്നു. ഞങ്ങൾ നേരെ ഞങ്ങളുടെ ക്ലാസ്സായ തേർഡ് DC കെമിസ്ട്രി ക്ലാസ്സിലെത്തി. അല്ല അന്നമ്മോ, ഇന്ന് ഫസ്റ്റ് അവർ ഓർഗാനിക് കെമിസ്ട്രി അല്ലേ? നമ്മുടെ തോമസ് സാറിന് പകരം പുതിയ ആരോ വരുമെന്നല്ലേ പറഞ്ഞേ? അതെ, ഇന്ന് വരുമെന്നാ പറഞ്ഞേ. പുതിയ കുരിശ് ഇനി ആരാണോ എൻ്റെ കർത്താവേ, ഞങ്ങളെ നീ കാത്തോളണേ. അപ്പോഴേക്കും HOD കയറി വന്നു. ഞങ്ങളെല്ലാവരും എഴുന്നേറ്റു നിന്നു. ഞാൻ വന്നത് തോമസ് സാറിന് പകരം വന്ന പുതിയ ലെക്ചറെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ്. അകത്തേക്ക് വന്ന ആളെ കണ്ട് കണ്ണ് തള്ളി ഞാൻ അന്നമ്മയെ നോക്കിയപ്പോൾ ഇപ്പോൾ ബോധം പോവുമെന്ന മട്ടിലായി അവൾ. അങ്ങനെ ആ സത്യം ഞങ്ങൾ മനസ്സിലാക്കി. യെസ്, വി ആർ ട്രാപ്ഡ്. ഇന്ന് രാവിലെ ഇങ്ങേരെയാണല്ലോ ഞാൻ വണ്ടി കൊണ്ട് തട്ടിയേ. അന്ന എൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചു. പാവം നന്നായി വിറക്കുന്നുണ്ട്. ഇനി നമ്മൾ എന്തു ചെയ്യൂ അമ്മൂ? ഞാൻ അവളെ ദയനീയമായൊന്ന് നോക്കി. എസ്കേപ്പ് ആവാൻ ഒരു വഴിയുമില്ല. ഇന്ന് ഞങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. ഞാൻ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. എല്ലാവളുമാരും പുതിയ സാറിനെ കണ്ട് വായും പൊളിച്ച് നിൽക്കുക. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ആള് നല്ല കിടു ലുക്കല്ലേ. എന്നാലും എൻ്റെ മഹാദേവ, ഇത്ര കൃത്യമായി അങ്ങേരുടെ വണ്ടി തന്നെ ഞാൻ പോയി തള്ളിയിട്ടല്ലോ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം കയ്യിൽ നിന്ന് പോയില്ലേ. എന്നാലും എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. അപ്പോൾ ശരി, നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ എന്ന് പറഞ്ഞ് HOD പുറത്തേക്ക് പോയി. ഹായ് സ്റ്റുഡൻസ്, എൻ്റെ പേര് പ്രേം. ഞാനാണ് നിങ്ങളെ ഇനി തോമസ് സാറിന് പകരം പഠിപ്പിക്കാൻ പോകുന്നത്. അമ്മൂസേ, ഭാഗ്യം, സാർ ഇതുവരെ നമ്മളെ കണ്ടില്ലല്ലോ. പറഞ്ഞു തീർന്നില്ല അതിനു മുമ്പേ അങ്ങേര് ഞങ്ങളെ കണ്ടു. ഞങ്ങളെ കാത്തോളണം എൻ്റെ മഹാദേവ. പുള്ളിക്ക് നമ്മളെ മനസ്സിലായില്ലേ? പ്രത്യേകിച്ചൊരു ഭാവമാറ്റം ആ മുഖത്ത് കാണുന്നില്ലല്ലോ. ഓക്കെ സ്റ്റുഡൻസ്, എന്നാൽ നമുക്ക് ഓരോരുത്തരായി ഒന്ന് പരിചയപ്പെടാം. ഇവിടുന്ന് തുടങ്ങിക്കോളൂ. റൈറ്റ് സൈഡിൽ ഫസ്റ്റ് ബെഞ്ചിൽ അങ്ങേയറ്റത്തിരിക്കുന്ന അഖിലിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ അടുത്തെത്തി. അന്നയുടെ ഊഴമാണ്. ഐ ആം ആൻമേരി കുര്യൻ. അവൾ സാറിനെ നോക്കി പറഞ്ഞു. പാവം, അവൾ നിന്ന് വിറയ്ക്കുന്നു. എൻ്റെ അവസ്ഥയും മറിച്ചല്ല. അടുത്തത് ഞാനാണ്. ഐ ആം പൂജ ഹരീന്ദ്രൻ. എന്നോട് ഇരിക്കാൻ പറഞ്ഞു സാറ്. ബാക്ക് ബെഞ്ചിലേട്ട് പോയി. അന്നേ, ശരിക്കും സാറിന് നമ്മളെ മനസ്സിലായില്ലേ? ഒരു ഭാവവ്യത്യാസവും ഇല്ലല്ലോ പുള്ളിക്ക്. അതുതന്നെ ഞാനും ആലോചിക്കുന്നേ. എന്തായാലും സമാധാനമായി. ശരിയാ, എന്തായാലും പേടിച്ചതുപോലെ നടന്നില്ല. സാറ് ക്ലാസ് എടുക്കാൻ തുടങ്ങി. ദോഷം പറയരുതല്ലോ, നല്ല ഉഗ്രനായി ക്ലാസ് എടുക്കുന്നുണ്ട്. ഒട്ടും ബോറിംഗ് ആയി തോന്നിയില്ല. സകല അവളുമാരുടെ ഇരിപ്പ് കണ്ട് എനിക്ക് ചിരി വരുന്നു. തോമസ് സാറിൻ്റെ ക്ലാസ്സിൽ നല്ല പോലെ കിടന്നുറങ്ങുന്ന ടീമെല്ലാം ഇന്ന് പ്രേം സാറിൻ്റെ മുഖത്തുനിന്ന് കണ്ണെടുക്കുന്നില്ല. ബെല്ലടിച്ച് സാറ് പുറത്തേക്ക് പോകാനിറങ്ങി. ഹൗ, രക്ഷപ്പെട്ടു. ഞാനും അന്നയും ഒരു ദീർഘശ്വാസം വിട്ടു. പെട്ടെന്ന് സാറ് തിരിഞ്ഞ് ഞങ്ങളെ നോക്കി. പൂജ ആൻഡ് ആൻമരിയ, കം ടു മൈ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയി. ഇപ്രാവശ്യം ശരിക്കും ഞങ്ങൾ പെട്ടു. അമ്മു, സാറ് നമ്മളെ മറന്നിട്ടില്ല. ഇനി എന്ത് ചെയ്യും? നീ ഇങ്ങനെ പേടിക്കാതെ അന്നമ്മോ. വാ, എന്തായാലും പോയിട്ട് വരാം. ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിലെത്തി. അവിടെ മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല. പ്രേം സാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളെ കണ്ട് കയറി വരാൻ സാറ് പറഞ്ഞു. അന്നയുടെ കയ്യിൽ മുറുക്കെ പിടിച്ച് അകത്തേക്ക് ചെന്നു. സാറ് ഞങ്ങളെ സൂക്ഷിച്ചു നോക്കി. ഇപ്പോൾ കണ്ടാൽ എന്ത് പാവം, രാവിലെ നീയൊക്കെ കാണിച്ചു കൂട്ടിയത് ഞാൻ മറന്നു എന്ന് കരുതിയോ നിങ്ങൾ രണ്ടുപേരും? സാർ, ഞാൻ അറിയാതെ പറ്റിപ്പോയതാണ്. സോറി സാർ. അതെ സാർ, ഞങ്ങൾ അറിയാതെ ചെയ്തതാണ്. അന്നയും പറഞ്ഞു. അപ്പോൾ രണ്ടിനും സോറിയൊക്കെ പറയാൻ അറിയാം അല്ലേ? രാവിലെ ഇങ്ങനെ ഒന്നുമല്ലായിരുന്നല്ലോ പ്രകടനം. അതൊരു അബദ്ധം പറ്റിയതാ സാർ, ക്ഷമിക്കണം. അപ്പോഴേക്കും മായ മിസ് അങ്ങോട്ടേക്ക് കയറി വന്നു. എന്താ പ്രേം, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഇല്ല മിസ്, ഞാൻ ഇവരെ തോമസ് സാർ പ്രാക്ടിക്കൽ എവിടെ വരെ ചെയ്യിപ്പിച്ചു എന്നറിയാൻ വിളിപ്പിച്ചതാണ്. എന്നാൽ ശരി, നിങ്ങൾ പൊക്കോളൂ. താങ്ക് യു സാർ എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നും എസ്കേപ്പായി. മായ മിസ് വന്നത് ഭാഗ്യം. ഇല്ലേ അങ്ങേര് നമ്മളെ ശരിക്കും പൊരിച്ചേനെ അമ്മൂസേ. കർത്താവ് കാത്തു. കുറച്ചു നേരം കൂടെ കഴിഞ്ഞാൽ ഞാൻ ബോധം കെട്ട് വീണേനെ. അതല്ല അന്നക്കൊച്ചേ, എന്നാലും എന്തിനായിരിക്കും പുള്ളി മായ മിസ്സിനോട് അങ്ങനെ പറഞ്ഞത്? ആർക്കറിയാം. ചിലപ്പോൾ നമ്മൾ പുള്ളിയോട് ചെയ്തത് മറ്റുള്ളവർ അറിഞ്ഞ നാണക്കേടാവുമെന്ന് കരുതിയിട്ടായിരിക്കും അല്ലേ? അതേന്നേ. എന്നാലും ഒരെന്നാലുമില്ല. നീ ഇങ്ങോട്ടേക്ക് വാ, നമുക്ക് ആ ക്യാൻറ്റീൻ പോയി വല്ലതും കഴിക്കാം. എനിക്ക് വിശക്കുന്നു. ശരിയാ, എനിക്കും ഇന്നത്തെ ടെൻഷൻ കാരണം കഴിച്ചത് ഫുള്ള് ദഹിച്ചു. ഇതേ സമയം അന്നയുടെ ഫോണിലേക്ക് കോൾ വന്നു. അവളുടെ മുഖത്ത് 100 വോൾട്ട് ബൾബ് പോലെ പ്രകാശിക്കുന്നത് കണ്ടപ്പോൾ തന്നെ വിളിക്കുന്നത് അൻവിൻ ചേട്ടായി ആണെന്ന് മനസ്സിലായി. ഇനി ഇവരുടെ സല്ലാപം ഉടനെ ഒന്നും നിൽക്കില്ല. അൻവിൻ ചേട്ടായി ഇൻഫ സൊല്യൂഷൻ എന്ന IT കമ്പനി CEO ആണ്. കുറച്ചുകൂടി ക്ലിയറായി പറഞ്ഞ അന്ന കൊച്ചിൻ്റെ വരുംകാല ഭർത്തുവാണ്. രണ്ടാളും തമ്മിൽ മുടിഞ്ഞ പ്രേമം തുടങ്ങി.
3 വർഷമായി വീട്ടിലറിഞ്ഞു. അധികം പൊട്ടിത്തെറിയൊന്നുമില്ലാതെ എല്ലാം സെറ്റായി. അവളുടെ പഠനം കഴിഞ്ഞ ഉടൻ കല്യാണം. ആളിപ്പോൾ നാട്ടിലില്ല. ഒരു ബിസിനസ് ആവശ്യമായി US-ലാണ്. 2 മാസമായി ചേട്ടായി അവിടെയാണ്. ഉടനെ ലാൻഡ് ചെയ്യും. ഒരു ചേട്ടനുണ്ടായിരുന്നുവെങ്കിൽ എന്ന് എപ്പോഴും വിചാരിക്കും. എനിക്കങ്ങനെ ഒരുപാട് കസിൻസ് ഒന്നുമില്ല. പിന്നെ ഉള്ളവരുമായി അത്ര അടുപ്പവുമില്ല. പക്ഷേ ആ ഒരു കുറവ് അൻവിൻ ചേട്ടായി നികത്തിയെന്ന് പറയുന്നതാവും സത്യം. ആൾ എനിക്കൊരു സ്വന്തം ഏട്ടനെ പോലെയാ. ചുരുക്കം പറഞ്ഞ ഇപ്പോൾ എൻ്റെ എല്ലാ കുരുത്തക്കേടിനും കൂട്ട് അൻവിൻ ചേട്ടായിയാണ്. എൻ്റെ അന്ന ഒരുപാട് ലക്കിയാണ് ചേട്ടായിയെ പോലെ ഒരാളെ കിട്ടിയതിൽ. അമ്മു ദാ ഇച്ചായനാണ്. ഫോൺ എനിക്ക് നേരെ തന്നു. ഹലോ ചേട്ടായി, എന്തു പറയുന്നു? അല്ല, എന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നേ? അതോ എൻ്റെ അന്ന കൊച്ചിനെ കളഞ്ഞ് അവിടെ വല്ല മദാമയും കെട്ടി ജീവിക്കാൻ വല്ല പ്ലാനും ഉണ്ടോ? അമ്മു നീ വാങ്ങും കേട്ടോ. അയ്യോടാ, ഇവിടെ ഒരാൾക്ക് പിടിച്ചില്ല ചേട്ടായി. എന്തായാലും ഇപ്പോൾ അങ്ങനെ ഒരു പ്ലാനില്ല എൻ്റെ അമ്മൂസേ. ഓഹോ, അപ്പോൾ ഇപ്പോൾ ഇല്ല എന്നേ ഉള്ളൂ അല്ലേ? പുറകെ കാണുമല്ലേ? എടി കാന്താരി, നീ എൻ്റെ കുടുംബം കലക്കുവോ? ഞാൻ അങ്ങനെ ചെയ്യുവോ ചേട്ടായി? പാവല്ലേ ഞാൻ? ഉവ്വ് പാവം തന്നെ. അല്ല ചേട്ടായി, എന്നാ വരുന്നേ? പോയിട്ടിപ്പോൾ 2 മാസം കഴിഞ്ഞില്ലേ? അത് പറയാനാണ് ഞാൻ വിളിച്ചേ. നെക്സ്റ്റ് ഫ്രൈഡേ ഞാൻ അങ്ങെത്തും. ആണോ? അടിപൊളി. ചേട്ടായി വന്നിട്ട് വേണം ഒന്ന് അടിച്ചു പൊളിക്കാൻ. പിന്നെ വരുമ്പോൾ എനിക്ക് വല്ലതും കൊണ്ടുവരുന്നില്ലേ? പറയാം ഞാൻ. അത് പിന്നെ എനിക്ക് അറിയില്ലേ അമ്മൂട്ടി. ഒന്നുമില്ലാതെ വന്നാൽ നീ എന്നെ സൂപ്പാക്കില്ലേ? അന്ത ബയറുക്കണം. എന്നാൽ ശരി ചേട്ടായി, ഞാൻ അന്നയുടെ കയ്യിൽ കൊടുക്കാം. ഞാൻ ഫോണ് അന്നയ്ക്ക് കൊടുത്തു. ഇച്ചായ, എന്നാൽ ഇനി വൈകിട്ട് വിളിക്കാം. ശരി, ഓക്കെ ബൈ ഡിയർ. അന്നമ്മോ, നീ ചേട്ടായിയോട് ഇന്ന് നടന്നത് ഒന്നും പറഞ്ഞില്ലല്ലോ അല്ലേ? ഇല്ല, പറഞ്ഞില്ലടി. അത് നന്നായി. വാ നടക്ക്. ഇന്ന് കോളേജിൽ ചാർജ് എടുത്ത ഫസ്റ്റ് ഡേ ആയിരുന്നു. രാവിലെ വരുന്ന വഴി തന്നെ ഒരുത്തി പണി തന്നു. അവൾ ഒരുത്തി കാരണം ഫസ്റ്റ് ഡേ തന്നെ കുളമായി. ഒരുവിധം കോളേജിലെത്തി. കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിലെത്തി. HODയെ കണ്ട് ജോയിൻ ചെയ്തു. പുള്ളി തന്നെ 3rd DC ക്ലാസ്സിൽ കൊണ്ടുപോയി പരിചയപ്പെടുത്തി. അവിടെ ചെന്നപ്പോൾ ദേ ഇരിക്കുന്നു എനിക്ക് പണി തന്ന ആള്. അവൾ തന്നെയാണോ എന്ന് സൂക്ഷിച്ചു നോക്കി. അതെ, ഇത് അവൾ തന്നെയാണ്. അപ്പോൾ അവൾ ഈ കോളേജിൽ ഈ ക്ലാസ്സിലാണല്ലോ. ശരിയാക്കി തരാം മോളെ. ഈ പ്രേം ആരാണെന്ന് കാണിച്ചു തരാം. നിന്നെ കൊണ്ട് ക്ഷണ്ണ വരപ്പിക്കും ഞാൻ. രണ്ടും എന്നെ കണ്ട് ശരിക്കും പേടിച്ചിട്ടുണ്ടെന്ന് മുഖം കണ്ടാലറിയാം. എന്തായാലും ഒരു പരിചയഭാവം കാണിക്കണ്ട. രണ്ടും സന്തോഷിക്കട്ടെ. പണി പുറകെ കൊടുക്കാം. പൂജ. ക്ലാസ്സിൽ മറ്റു കുട്ടികളുടെ പേര് മറന്നാലും ഈ പേര് ഞാൻ മറക്കില്ല. ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങാൻ നേരം രണ്ടിനെയും ഡിപ്പാർട്ട്മെൻറ്റിൽ വരാൻ പറഞ്ഞപ്പോൾ തന്നെ രണ്ടിൻ്റെയും അവസ്ഥ കാറ്റുപോയ ബലൂൺ പോലെയായി. രണ്ടും ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നു. രണ്ടിനെയും ഒന്ന് ശരിക്കും പൊരിച്ചു വന്നപ്പോഴാണ് മായ മിസ് കയറി വന്നേ. അതുകൊണ്ട് അവൾ രക്ഷപ്പെട്ടു. എന്താ കാര്യമെന്ന് മിസ് ചോദിച്ചപ്പോൾ ഞാൻ വായിൽ വന്ന കള്ളവും പറഞ്ഞു. എന്തായാലും കാന്താരിയെ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. കണ്ടിട്ട് ആൻമരി ഒരു പാവമാണെന്ന് തോന്നുന്നു. പക്ഷെ പൂജ, അവളൊരു വിളഞ്ഞ വിത്താണ്. മോളെ പൂജ, നിന്നെ ഞാൻ എടുത്തോളാം. ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. ഗീതാമോ, ഗീതാമേ. വന്നോ ചട്ടമ്പി കല്യാണി? ഒരു നല്ല സ്ട്രോങ് ടീ ഇങ്ങ് പോരട്ടെ. ആദ്യം പോയി വേഷം മാറ്റി ഫ്രഷായി വാ. അപ്പോഴേക്കും ഞാൻ ചായയും നല്ല ചൂട് ഏത്തക്കാപ്പവും എടുത്തു വെക്കാം. അയ്യ പൊളിച്ചു. ഒരു 5 മിനിറ്റ്, ഞാൻ ഇപ്പോൾ ഫ്രഷായി വരാം. അല്ല, അബി എവിടെ അമ്മ? അവനെ കണ്ടില്ലല്ലോ. അവൻ മുകളിലുണ്ട്. ശരി. ഞാൻ വേഗം റൂമിലെത്തി ബാഗ് ടേബിളിൽ വെച്ചു. അതിൽ നിന്നും ഡയറി മിൽക്ക് പാക്കെടുത്ത് അബിയുടെ റൂം ലക്ഷ്യമാക്കി ചെന്നു. അബി, അബി, ഇവനിത് എവിടെ പോയി? ചേച്ചി, ഞാനിവിടെയാ. അവൻ ബാൽക്കണിയിലായിരുന്നു. ഞാൻ അങ്ങോട്ടേക്ക് ചെന്നു. എന്താടാ ഇവിടെ ഇരിക്കുന്നേ? ഏയ് ഒന്നുമില്ല ചേച്ചി, വെറുതെ ഇരുന്നതാണ്. മനസ്സിലാവുന്നുണ്ട് നിന്റെ ചാട്ടം എങ്ങോട്ടാണെന്ന്. അല്ല, എന്ത് ചേച്ചി ഉദ്ദേശിച്ചത്? പൊന്നു മോനെ, നീ ഇവിടെ വന്ന് ഈ കുത്തിയിരിക്കുന്നത് അപ്പുറത്തെ വീട്ടിലെ ആ നന്ദിനെ കാണാനല്ലേ മോനെ? ഓ പിന്നെ, ആരാ നിന്നോട് ഇത് പറഞ്ഞത്? എനിക്കറിയാം മോനെ, മൊട്ടേന്ന് വിരിഞ്ഞില്ല. അവൻ ലൈനടിക്കാനിരിക്കുന്നു. അച്ഛൻ ഇങ്ങ് വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നോക്കിക്കോ. അയ്യോ എൻ്റെ പൊന്നു ചേച്ചിയല്ലേ, ചതിക്കരുത്. ഞാൻ എന്തും ചെയ്യാം. വാക്കാണോ? വാക്ക്. ശരി എന്നാ തൽക്കാലം മോന് ഈ ഡയറി മിൽക്ക് കഴിക്ക്. താങ്ക് യു ചേച്ചി. എൻ്റെ ചേച്ചി മുത്താണ്. മതി, കൂടുതൽ സോപ്പ് വേണ്ട. പിന്നെ ഇന്നൊരു സംഭവം ഉണ്ടായി. എന്താടി ചേച്ചി? സീരിയസ് ആണോ? സീരിയസ് എന്ന് വേണമെങ്കിലും പറയാം. നീ കാര്യം പറ. ഇന്ന് രാവിലെ സംഭവിച്ചതു മുതൽ സകല കാര്യങ്ങളും അവനോട് പറഞ്ഞു. ഞങ്ങൾ ഇങ്ങനെയാണ്. അന്ന കഴിഞ്ഞാൽ എൻ്റെ ബെസ്റ്റ്, എൻ്റെ പുന്നാര അനിയൻകുട്ടനാണ്. അവനും അങ്ങനെ തന്നെയാണ്. എന്നോട് എല്ലാ കാര്യങ്ങളും വന്നു പറയും. അല്ല, നീ എന്താ ഇത്ര ആലോചിക്കുന്നേ? അല്ല ചേച്ചി, ഇനി എന്തായാലും ഡെയിലി ആ സാറിനെ നീ കോളേജിൽ ചെല്ലുമ്പോൾ കാണണമല്ലോ.
പിന്നെ കാണാതെ. നീ ഒന്ന് സൂക്ഷിച്ചോ. കേട്ടിടത്തോളം നിനക്ക് നല്ല കോളായിരിക്കും. ഹേയ്, അങ്ങനെ വരുമോ? പിന്നെ വേറൊരു കാര്യം. എന്താടാ? അല്ല, ഇങ്ങനെ ഉടക്കി പണി കൊടുത്തും വാങ്ങിച്ചും അവസാനം ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു പ്രണയത്തിന് സാധ്യത ഇല്ലാതില്ല. പിന്നെ ഒന്ന് പോയടാ, പ്രണയം പോലും, അതോ മിസ്റ്റർ കടുവയോട്. നമുക്ക് കണ്ടറിയാം ചേച്ചി. ഇങ്ങനെ പോയാൽ നീ കൊണ്ടറിയും. വേഗം താഴോട്ട് ചെല്ല്. ഇവിടെ ഇരുന്ന് ലൈൻ വലിച്ചത് മതി. ഓ, ഞാൻ പോയേക്കാം. ഞാൻ വേഗം പോയി ഫ്രഷായി. എന്നിട്ട് ചായ കുടിച്ച് തിരിച്ച് റൂമിൽ വന്ന് ഫോൺ ചാർജിലിടാൻ എടുത്തപ്പോഴാണ് അന്നയുടെ 10 മിസ് കോൾ കാണുന്നത്. ഇവളെന്താ ഇത്ര തവണ വിളിച്ചേ? എൻ്റെ മഹാദേവ, ഇനി എന്താണോ പുതിയ കുരിശ്? അവളെ തിരിച്ചു വിളിച്ച് ആദ്യ റിങ്ങിൽ തന്നെ അവൾ കോൾ എടുത്തു. എവിടെ ആയിരുന്നു അമ്മു? ഞാൻ എത്ര തവണ വിളിച്ചു? സോറി അന്നക്കൊച്ചേ, ഞാൻ താഴെയായിരുന്നു. കോൾ വന്നത് അറിഞ്ഞില്ല. അല്ല, നീ എന്താ ഇത്ര തവണ വിളിച്ചത്? എന്താടി പുതിയ കുരിശ്? ഒരു കണക്കിന് പറഞ്ഞ കുരിശ് തന്നെ. നീ കാര്യം പറ, വെറുതെ എന്നെ ടെൻഷൻ ആക്കല്ലേ. ഓ എടി, നീ വാട്സപ്പ് നോക്കിയില്ലേ? ഇല്ല, ഞാൻ വന്നിട്ടിപ്പോഴാണ് ഫോൺ എടുത്തേ. ആ, അതിലൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. എന്ത്? അതെടി, നമ്മുടെ തോമസ് സാറ് കംപ്ലീറ്റ് ആക്കിയ പ്രാക്ടിക്കലിൻ്റെ എല്ലാ റെക്കോർഡും നാളെ സബ്മിറ്റ് ചെയ്യണമെന്ന്. എൻ്റെ മഹാദേവ, ഞാനത് തുടങ്ങിയതുപോലുമില്ല. കുറേ ഉണ്ടല്ലോ. ഞാൻ കുറേയൊക്കെ എഴുതിയതാണ്, ഇനി ബാക്കി കൂടെ ഉണ്ട്. ഇതോ കടുവ മനഃപൂർവ്വം പണി തന്നതാണ്. കടുവയോ? ഓ എൻ്റെ അന്നക്കൊച്ചെ, ആ പ്രേം സാറിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞേ. ഓ അങ്ങനെ. അല്ല അമ്മു, സാറ് മനഃപൂർവ്വം അങ്ങനെ ചെയ്യുവോ? അല്ലെങ്കിൽ തന്നെ നീ റെക്കോർഡ് കംപ്ലീറ്റ് ആക്കിയോ ഇല്ലയോ എന്നൊക്കെ സാറിന് അറിയില്ലല്ലോ. അതും ശരിയാണല്ലോ. എന്തായാലും ഇന്നത്തെ ഉറക്കം ഗോവിന്ദ. നീ വെച്ചോ, ഇപ്പോഴേ എഴുതാൻ തുടങ്ങിയാലേ രാവിലെയെങ്കിലും തീരൂ. എന്നാ ശരി അമ്മു, ഞാൻ വെക്കുവാ. എന്തായാലും ഇന്ന് ഇത് മുഴുവൻ തീർക്കണം. ഇല്ലേ, കടുവ എന്നെ നാളെ പൊരിക്കും. അങ്ങനെ ഒരുവിധം റെക്കോർഡ് എഴുതി കഴിഞ്ഞ് ഇനി ഇത്തിരി നേരം കിടക്കാം. നാളെ നേരത്തെ എഴുന്നേക്കണം. ഫസ്റ്റ് അവർ തന്നെ ആ കടുവയാണ്. ലേറ്റായ ഉറപ്പായും എന്നെ അങ്ങേരി ക്ലാസ്സിൽ കയറ്റില്ല. മഹാദേവ കാത്തോളണേ. രാവിലെ തന്നെ നേരത്തെ റെഡിയായി താഴേക്ക് ചെന്നു. ഈശ്വര, എന്തേ ഞാൻ കാണുന്നേ? നിനക്ക് എന്തു പറ്റി അമ്മു? ഇല്ലേ, ഇങ്ങനെ ഒരു പതിവില്ലല്ലോ. ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്ന എൻ്റെ ഗീതാമേ. അത് അമ്മ കേട്ടിട്ടില്ലേ, ചിലർ വരുമ്പോൾ ജീവിതം വഴിമാറുമെന്ന്. അല്ലേ ചേച്ചി? പോടാ അവിടുന്ന്, നിന്റെ ഒരു ചീഞ്ഞ തമാശ. അമ്മേ, ഞാൻ ഇറങ്ങുവാ. ആ ശരി, സൂക്ഷിച്ചു പോണേ അമ്മു. ശരി അമ്മേ. ഇന്നെന്തായാലും കാക്ക മലർന്നു പറക്കും. എന്താടി, എന്താ നീ അങ്ങനെ പറഞ്ഞേ? ഹേയ്, ഒന്നുമില്ല. എന്നാലും അമ്മു, ഇന്ന് നീ കറക്റ്റ് ടൈമിൽ എത്തിയല്ലോ. എന്തു പറ്റി? ഇപ്പൊ സമയത്ത് വന്നതായോ കുറ്റം? അല്ല, ഇത് പതിവില്ലല്ലോ മോളെ അമ്മൂസേ. ഇന്ന് ഫസ്റ്റ് അവർ ആ കടുവയല്ലേ. നമ്മളെങ്ങാനും ലേറ്റായ അങ്ങനെ നമ്മളെ ഗെറ്റ് ഔട്ട് അടിക്കും, ഉറപ്പാ. അതാണല്ലേ പൊന്നുമോളിന്ന് നേരത്തെ വന്നത്. പിന്നെ അല്ലാതെ. അന്നെ, നീ നിൽക്ക്, ഞാൻ വണ്ടി വെച്ചിട്ട് വരാം. റെക്കോർഡ് കൊണ്ടുവച്ചിട്ട് ക്ലാസ്സിൽ കയറാം. തിരിച്ചു വന്നപ്പോൾ അന്നയോട് എന്തൊക്കെയോ സംസാരിച്ച് നിൽക്കുന്ന അർജുനെ കണ്ടു. അന്ന, വാ പോകാം. അന്നയുടെ കൈ പിടിച്ച് ഞാൻ തിരിഞ്ഞു നടന്നു. അർജുൻ എന്തോ പറയാൻ വന്നതാണ്. ഞാൻ അത് മൈൻഡ് ചെയ്യാനേ പോയില്ല. അല്ല, എന്തോ കാര്യമായ ചർച്ചയിലായിരുന്നല്ലോ. അവൻ്റെ സ്നേഹം നിന്നെ പറഞ്ഞു മനസ്സിലാക്കണമെന്ന് റെക്കമെൻഡേഷൻ കൊണ്ട് വന്നതാണ്. പിന്നെ സ്നേഹം പോലും. ഇതുപോലെ എത്ര പേരോടാ അവന് ആത്മാർത്ഥ പ്രേമം വരുന്നതെന്ന് നമുക്കറിഞ്ഞൂടെ? ഇത് വലിയ ശല്യമായല്ലോ. ഇവനുള്ളത് ഞാൻ കൊടുക്കുന്നുണ്ട്. ആദ്യം ആ കടുവയെ ഒന്ന് ഒതുക്കട്ടെ. എൻ്റെ കർത്താവേ, നീ ഇത് എന്തുദ്ദേശിച്ച അമ്മു? അതിനൊന്ന് അവൾ ഇളിച്ചു കാണിച്ചു. കൂടുതൽ ഇളിക്കാതെ നടക്കു പെണ്ണേ. അയ്യോ അമ്മൂസേ, ഞാനൊരു കാര്യം മറന്നു. എന്താടി? എനിക്ക് ലൈബ്രറി വരെ ഒന്ന് പോകണം. ഒരു ബുക്ക് റിട്ടേൺ ചെയ്യാനുണ്ട്. ഇന്നാണ് ലാസ്റ്റ് ഡേ. ഞാൻ കൊണ്ടുവച്ചിട്ട് വരാം. എൻ്റെ റെക്കോർഡ് കൂടെ അങ്ങോട്ടേക്ക് വെച്ചേക്ക്. ശരി, പോയിട്ട് ക്ലാസ്സിലേക്ക് വാ. ഭാഗ്യം, ആ കടുവ എത്തിയിട്ടില്ല. എളുപ്പം റെക്കോർഡ് കൊണ്ട് വെച്ചിട്ട് വരാം. വെറുതെ ഒന്ന് പുറത്തോട്ട് നോക്കിയപ്പോൾ കണ്ടത് കാറ് പാർക്ക് ചെയ്ത് ഫോണിൽ സംസാരിച്ചു കൊണ്ടുവരുന്ന പ്രേം സാറിനെയാണ്. എൻ്റെ മഹാദേവ, ഇവിടെ വേറെ ആരുമില്ല. ആ കടുവ ഇങ്ങ് വരുന്നതിന് മുൻപ് ഈ റെക്കോർഡ് കൊണ്ട് ടേബിളിൽ വെക്കട്ടെ. ചാടി അകത്ത് കയറി റെക്കോർഡ് വെച്ച് തിരിഞ്ഞപ്പോൾ കൈ തട്ടി ടേബിളിൽ ഉണ്ടായിരുന്ന പെൻ സ്റ്റാൻഡ് താഴെ വീണു. നാശം, ഇതിന് വീഴാൻ കണ്ടൊരു സമയം. മനുഷ്യനെ കൊല്ലാൻ കൊടുക്കാൻ. പെട്ടെന്നെല്ലാം വാരി വലിച്ച് പെൻ സ്റ്റാൻഡിൽ വെച്ചുകൊണ്ട് തിരികെ ടേബിളിൽ വെച്ച് ഒരോട്ടമായിരുന്നു. വാതിൽ കടന്നതും ആരുടെയോ ദേഹത്തോട്ട് പോയി ഇടിച്ചു. മുഖം ഉയർത്തി നോക്കിയതും ദേഷ്യത്തോടെ നിൽക്കുന്ന പ്രേം സാറ്. ഇവിടെ നോക്കിയാടി നടക്കുന്നേ, നിന്റെ മുഖത്ത് കണ്ണില്ലേ? എൻ്റെ മഹാദേവ, വഴിയെ പോകുന്ന പണിയെല്ലാം കൃത്യമായിട്ട് എനിക്ക് തന്നെ കിട്ടുന്നുണ്ടല്ലോ. സോറി സാർ, അത് ഞാൻ റെക്കോർഡ് വെക്കാൻ വന്നതാണ്. നിന്ന് താളം ചവിട്ടാതെ ക്ലാസ്സിൽ പോടി. അതും കൂടെ കേട്ടതും ഇടമലം നോക്കാതെ ഒരു ഓട്ടമായിരുന്നു ക്ലാസ്സിലോട്ട്. എന്താ അമ്മു ഇങ്ങനെ കിതക്കുന്നത് നീ? അവിടെ നിന്നും ഓടിയാണോ വന്നേ?
എല്ലാം പറയാം. ഞാൻ ആദ്യം ഈ വെള്ളം ഒന്ന് കുടിക്കട്ടെ. സ്റ്റാഫ് റൂമിൽ വെച്ച് നടന്നത് മുഴുവൻ കേട്ടപ്പോൾ അന്ന ഇരുന്ന് ചിരിയോട് ചിരി. ഓ, എന്താണ് ഇത്ര കിണിക്കാൻ? അച്ചോടാ ചോടി മുത്തേ, ഇതൊക്കെ കേട്ടാ എങ്ങനെ ചിരിക്കാതിരിക്കും? നീ കൂടുതൽ അങ്ങ് കിണിക്കണ്ട. ഓ ഇല്ല എൻ്റെ പൊന്നു. അപ്പോഴേക്കും പ്രേം സാറ് ക്ലാസ്സിൽ വന്നു. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. എല്ലാവരും റെക്കോർഡ് വെച്ചല്ലോ അല്ലേ? യെസ് സർ. ഓക്കെ, ലെറ്റ്സ് കണ്ടിന്യൂ. സാറ് ക്ലാസ് എടുക്കാൻ തുടങ്ങി. ഇന്നലെ മുഴുവൻ ഉറങ്ങാതെ ഇരുന്ന് റെക്കോർഡ് എഴുത്ത് കാരണം എനിക്കാണേ ഉറക്കം വന്നിട്ട് വയ്യ. എന്ന അവസ്ഥയാത്. അന്നോ? എന്താടി അമ്മു? ഡി, എനിക്കുറക്കം വന്നിട്ട് വയ്യ, ഞാൻ കിടക്കുക. സാറ് ചോദിച്ചാ തലവേദന എന്ന് പറഞ്ഞേക്കണേ. ഇന്നലെ ഉറങ്ങാതെ ഇരുന്ന് റെക്കോർഡ് എഴുതിയതല്ലേ, അതാ. പൂജ ആൻഡ് ആൻമരിയ സ്റ്റാൻഡ് അപ്പ്. ഈശ്വര, പെട്ടു. എന്താ ഇവിടെ? ഞാൻ പഠിപ്പിക്കുമ്പോൾ നിങ്ങളിവിടെ കഥ പറഞ്ഞിരിക്കുക അല്ലേ? ഇനി രണ്ടുപേരും പുറത്തു പോയിരുന്ന് കഥ പറഞ്ഞു. ഗെറ്റ് ഔട്ട്. അങ്ങനെ എന്തായാലും ക്ലാസ്സിൽ നിന്ന് പുറത്തായി. ഒരുത്തിയാണേ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ ചിരി തുടങ്ങിയതാണ്. എന്താണ് ഇത്ര ചിരിക്കാൻ? എന്നെ മാത്രമല്ല നിന്നെയും പുറത്താക്കിയില്ലേ, പിന്നെ എന്താ ഇത്ര കിണിക്കാൻ? എങ്ങനെ ചിരിക്കാതിരിക്കും എൻ്റെ അമ്മൂസേ? സാറ് പുറത്താക്കിയാലോ എന്നോർത്ത് ഒരിക്കലും സമയത്ത് വരാത്ത നീ ഇന്ന് നേരത്തെ വന്നു. ഒരു മുഴം മുൻപേ എറിയാൻ നോക്കിയതല്ലേ, എന്നിട്ടിപ്പോൾ എന്തായി? ഇത് മനഃപൂർവ്വം തന്നെയാ, എന്നോടുള്ള ദേഷ്യമാണ്. ബെസ്റ്റ്. അല്ലാതെ നമ്മുടെ കുറ്റം കൊണ്ടല്ല അല്ലേ? അതിനു കാരണം ആ കടുവ തന്നെയാ. അങ്ങേര് കാരണമല്ലേ ഇന്നലെ ഉറങ്ങാതിരുന്ന് റെക്കോർഡ് എഴുതേണ്ടി വന്നേ. അതുകൊണ്ടല്ലേ ഇന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഓ, സമ്മതിച്ചു. എല്ലാം പുള്ളിയുടെ കുഴപ്പം തന്നെയാ. ഇപ്പൊ എൻ്റെ പൊന്നുമോള് വാ, ക്യാൻറ്റീൻ പോയി ഒരു ചൂട് ചായ കുടിക്കാം. അപ്പോൾ നിന്റെ ഉറക്കമൊക്കെ പോയി കിട്ടും. ശരി, വാ നടക്ക്. നേരെ ക്യാൻറ്റീനിലേക്ക് വെച്ചു പിടിച്ചു. മാധവേട്ട, 2 സ്ട്രോങ് ടീ പോരട്ടെ? ഇപ്പോൾ എടുക്കാം. കഴിക്കാൻ വല്ലതും വേണോ മക്കളെ? അമ്മു, നിനക്ക് വല്ലതും വേണോ? വേണ്ട അന്നേ. വേണ്ട ചേട്ടാ, 2 ചായ മാത്രം മതി. അമ്മു, അർജുനല്ലേ ആ വരുന്നേ? ഓ, വരുന്നുണ്ട്, മൈൻഡ് ആക്കേണ്ട. ഹായ് പൂജ, എന്താടോ താനൊന്നും മിണ്ടാത്തേ? തനിക്ക് എന്താ വേണ്ടേ അർജുൻ? അത് ഞാൻ പറഞ്ഞതല്ലേ, അതിനുള്ള മറുപടി ഞാനും പറഞ്ഞതല്ലേ. പക്ഷേ എനിക്ക് വേണ്ട മറുപടി അതല്ലല്ലോ. ആ, നിനക്കുള്ള മറുപടി എൻ്റെ ഈ കൈ കൊണ്ടായിരിക്കും. അമ്മു വേണ്ട, വാ പോകാം. അല്ല അന്ന, ഇവൻ. എൻ്റെ പൊന്നമ്മു പ്ലീസ് വാ പോകാം. അവിടെ നിൽക്ക്, അങ്ങനെ അങ്ങ് പോയാലോ? അർജുൻ, മുന്നിന്ന് മാറ്. കുറേ നാളായി ഞാൻ നിന്റെ പുറകെ നടക്കുന്നു. ഇന്നൊരു തീരുമാനമാക്കിയിട്ട് പോയാൽ മതി. അർജുൻ, വെറുതെ ഒരു പ്രോബ്ലം ഉണ്ടാക്കരുത് പ്ലീസ്, മുന്നീന്ന് മാറ്. നീ സമ്മതം പറ, പിന്നെ ഒരു പ്രോബ്ലവും കാണില്ല. അവനെ തള്ളി മാറ്റി മുന്നോട്ട് നടക്കാൻ തുടങ്ങിയ എൻ്റെ ഇടത് കൈയിൽ അവൻ്റെ പിടിമുറുകി. അർജുൻ, കൈയെടുക്ക്. ഇല്ലെങ്കിൽ നീ എന്തു ചെയ്യും? അവൻ പറഞ്ഞു തീർന്നതും ഞാൻ എൻ്റെ വലത്തെ കൈ കൊണ്ട് അവൻ്റെ മുഖത്ത് ആഞ്ഞടിച്ചു.